We are thrilled to welcome you to the 19th Annual Day celebrations of Bhavans Vidyalaya. I am Subhadra. And I am Vinaya. We are honored to guide you through this memorable evening filled with talent, joy, and celebration. Let's start the event by offering our prayers. I call upon Murli sir and Sheba teacher for the prayer. ഹൃദയം പോൽ ആഴത്തിൽ വളരൂ ആഴിതൻ ഹൃദയം പോൽ ആഴത്തിൽ വളരൂ ഉത്തുംഗ ഹിമാചലം പോൽ എങ്ങും നിറയൂ ഉജ്ജ്വലിക്കും ദീപമായി തെളിയൂ സ്നേഹമായി പടരൂ വിശ്വസ്നേഹമായി നിറയൂ നിത്യം വസന്തം പൂക്കളായി തീരൂ പൂവിൽ നിന്നൂറുന്ന മധുരമായി മാറൂ വെയിലിൽ നിന്നൊരു കൂട തണൽ വൃക്ഷമാകൂ തണലിൽ സങ്കൽപ്പ ധാരയായി മാറൂ കരിമേഘമാലകൾ പാറിപ്പറക്കാൻ കനിവുള്ള ഗാനത്തിൻ ശീലുകളാകാം അറിവിൻ്റെ നിലവിൻ്റെ കനിവിൻ്റെ വീതിയിൽ മണിവീണമീട്ടുന്ന രാഗമായി മാറാം മണിവീണമീട്ടുന്ന രാഗമായി മാറാം മണിവീണമീട്ടുന്ന രാഗമായി മാറാം. We are extremely honored to have Advocate N.K. Jayadevan sir, our school manager, who is the driving force behind our educational journey. We are blessed by his valuable guidance and constant support. Sir, I invite you for the welcome speech. എല്ലാവർക്കും നമസ്കാരം.
ഭാരതീയ വിദ്യാഭവൻ 2005 ഒറ്റപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. 19 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു സുദിനമാണിന്ന്. ഞാനിപ്പോൾ കഴിഞ്ഞ 2022-23 വർഷത്തെ വാർഷിക ദിനത്തിൽ നിന്ന് രക്ഷിതാക്കൾ ഈ സ്കൂളിലേക്ക് മാനേജ്മെൻറ്റ് പ്രതിനിധികളായി ഞങ്ങളൊക്കെ കയറി വരുമ്പോൾ കാണുന്ന വ്യത്യാസം ഒരുപാടുണ്ട്. ഓരോ വർഷവും ഈ സ്കൂള്, ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളരുകയാണ്. ഞങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇത്തവണ സഞ്ചരിച്ചു എന്ന് പറയാൻ ഞങ്ങൾക്ക് അത്യധികം ആഹ്ലാദമുണ്ട്. അതിന് കാരണക്കാരായിട്ടുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളൊക്കെ നടത്തുന്ന ശ്രമങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുന്ന രക്ഷിതാക്കൾ കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകം നിങ്ങളെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നിശ്ചയവുമായ സഹകരണം, ഈ സ്ഥാപനം എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവുള്ള രക്ഷിതാക്കൾ, അതിനുവേണ്ടി ഞങ്ങൾക്ക് കഴിയുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്യാൻ സന്നദ്ധരാണ് എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ആ മുതൽക്കൂട്ടിൻ്റെ ശക്തി മാനേജ്മെൻറ്റിന് സംശീകരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് അതിരറ്റ ആഹ്ലാദമാണ്. നിങ്ങൾക്കറിയാം, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ KS മേനോനാണ്. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ പുകൾപ്പെട്ട എഴുത്തുകാരിലെ മുൻനിരക്കാരനായിട്ടുള്ള ശ്രീ കൽപ്പറ്റ നാരായണനാണ്. ശ്രീ കൽപ്പറ്റ നാരായണൻ അവർക്ക് ഒറ്റപ്പാലം ഭാരതീയ വിദ്യാഭവൻ്റെ ഭവൻസ് വിദ്യാലയത്തിൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ E. പ്രഭുരാജൻ. ഒറ്റപ്പാലത്തിൻ്റെ ഭാരതീയ വിദ്യാഭവൻ്റെ ഏറ്റവും പരിചിതമായ മുഖം ഒരുപക്ഷെ പ്രഭുരാജേട്ടനാണ്. പ്രഭുരാജേട്ടനെ ചടങ്ങിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി ലത, ഒറ്റപ്പാലത്ത് ഏറ്റവും മാതൃകാപരമായ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് കൗൺസിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ലതയെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ ചടങ്ങിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രക്ഷിതാക്കളുടെ പിന്തുണ, രക്ഷിതാക്കളുടെ സഹകരണം, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ പ്രമോദ് മേനോൻ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഈ വിദ്യാലയത്തിലേക്ക് രക്ഷിതാവായി വന്നതെങ്കിൽ ഇപ്പോൾ ഭാരതീയ വിദ്യാഭവൻ്റെ അദ്ദേഹം ആജീവനാന്ത അംഗത്വമെടുത്തു. ഞങ്ങളുടെയൊക്കെ കൂടെ വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ പ്രമോദ് മേനോനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അമ്പലക്കാട് രാംമോഹൻ, ശ്രീ P. ശിവദാസ്, കേണൽ ശ്രീ ഗംഗാധരൻ, ശ്രീ KP രാംകുമാർ, ശ്രീ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, ശ്രീ വിജയകുമാർ, ഇവരൊക്കെ ഈ പ്രവർത്തനങ്ങൾക്ക് ഓരോ സമയത്തും അവരാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഇതിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ CP ബൈജു, ഞങ്ങളുടെ ഒറ്റപ്പാലത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ ചാർട്ടേഡ് അക്കൗണ്ട് ശ്രീ V. ഗോപിനാഥൻ, ഇവരൊക്കെ ഒരു കമ്മിറ്റിയുടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. SMC അംഗങ്ങളുണ്ട്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പുറമേ നിന്ന് ഞങ്ങൾക്ക് ഒറ്റപ്പാലം ഭാരതീയ വിദ്യാഭവൻ്റെ അഭ്യുദയ കാംക്ഷികളായി ഈ സ്ഥാപനം കൂടുതൽ വളരണം എന്നാഗ്രഹിക്കുന്ന അഭ്യുദയ കാംക്ഷികളായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ പ്രത്യേകം എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും, രക്ഷിതാക്കളെയും, എല്ലാവരെയും ഒറ്റപ്പാലം ഭാരതീയ വിദ്യാഭവൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട്, ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് കൽപ്പറ്റ നാരായണൻ, എൻ്റെ സഹപ്രവർത്തകരെ, പാരൻസ്, PTA മാനേജ്മെൻറ്റ്, എല്ലാവർക്കും, കുട്ടികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 19ാമത്തെ ആനുവൽ ജനറൽ ആനുവൽ സെലിബ്രേഷനാണ് നമ്മൾ നടത്തുന്നത്. ശ്രീ ജയദേവൻ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാ വർഷവും നന്നായിട്ട് പുരോഗമിച്ചു കാണുന്നതിൽ അങ്ങേയറ്റത്തോളം സന്തോഷവാനായിട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളാദ്യം ഇവിടെ വരുമ്പോൾ ഇത് ഒരു കുന്നും പ്രദേശം, ഇപ്പോഴും കുന്നാണ്, പരിസ്ഥിതിക്കും ഓട്ടം വരുത്താതെയാണ് ഞങ്ങൾ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബട്ട് ആൾക്കാർക്ക് കടന്നു വരാൻ പറ്റാത്ത മാതിരിയുള്ളൊരു സ്ഥലമായിരുന്നത്. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ സമീപവാസികൾക്ക് കൂടെ ഭവാൻസ് വന്നുകൊണ്ട് നമ്മുടെ ഏരിയയും നന്നായി എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലെത്തിയിട്ടുണ്ട്.
ഞങ്ങളുടെ ഫ്യൂച്ചർ പ്രോഗ്രാംസിനെ പറ്റി ശ്രീ ജയദേവൻ സംസാരിച്ചു. പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നമുക്ക് ഇനി ആവശ്യമാണ്. പലതുമുണ്ട്. ഇത്രയും പലതും നമ്മൾ നടത്തിയത് പാരൻസിൻ്റെ സഹകരണത്തോടെയാണ്. ഡോക്ടർ കെ എസ് മേനോൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ഓവറായിട്ട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതേമാതിരി കുറേ വ്യക്തികളുണ്ട്, ഡോണർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ നല്ലതുണ്ട്. പിന്നെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് ഞാൻ എന്നും പറയാനുള്ള മാതിരി തന്നെയാണത്. പാരൻസിൻ്റെ ഒന്നും പഠിത്തലുണ്ട്. കുട്ടികളെ ഇൻക്യൂസിറ്റീവ്നെസ് ആയിട്ട് എന്താ വെച്ചാൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. നമ്മൾ ഇവിടുന്ന് ബൈഹാർട്ട് പഠിച്ച് പോകലല്ല ആവശ്യം. എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ട് പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റേത്. അവരെ വന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ ക്ലാസ് ടീച്ചേഴ്സ് അതാണ് നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടിരിക്കുന്നതും. കുട്ടികളെ വീട്ടിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് അവരെ സംശയങ്ങൾ എന്തുണ്ടോ ഇനി സ്കൂൾ സംബന്ധമായിട്ടല്ലെങ്കിലും നമ്മൾ ദൂരീകരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കിത്രേ പറയാനുള്ളൂ. എല്ലാവരും സഹകരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നന്ദി പറയണു. ചെയർമാൻ എനിക്ക് കുറച്ച് മുമ്പ് ടെലിഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിഗാർഡ്സ് എല്ലാവർക്കും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. Thank you very much, all of you. Good evening to one and all present here. Esteemed guest of honor, Sri Kalpata Narayanan sir, Chairman Dr. K.S. Menon sir, EVC Prabhiraj sir, School Manager Advocate N.K. Jayadevan sir, Leda Madam, and all other management members, other dignitaries on and off the dais, teachers, parents, students, and my dear friends. I warmly welcome you all to the annual function of our school. I, as the principal of this esteemed institution, am greatly honored to welcome you all to our annual day. Here in our school, we are not only made to focus on academics but also on overall development so that our students can become responsible citizens of our country, being compassionate and helpful to others. CBSE board exams. I am proud to report that our previous batch of class 10th students have brought laurels to the school by their excellent results. As always, we have 100% pass in class 10th. We appreciate and congratulate the combined efforts of our teachers, students and parents. Alan Daj is the school topper and the subject topper in social, science, English and Malayalam. Muhammad Ishan secured second place and he is the subject topper in mathematics. Investiture ceremony. The school cabinet is led by our head boy Pranay P. Menon and head girl Anushri M. Prakash. We had conducted so many programs and activities during this academic year. Literary meet, music fest, dance fest, yoga day, anti-narcotics day, moon day, Malala day, Hiroshima Nagasaki day, Sanskrit day, Independence day, Gandhi Jayanti, Doctors day, commemoration of Vaikam Muhammad Bashir and Dr. APJ Abdul Kalam, Onam celebration, Teachers Day, Hindi week, Ozone day, Reading week, etc. All other parents, dear parents, your unwavering support and encouragement play a pivotal role in the success and achievements we celebrate today. Behind every confident performance, every displayed talent, and every milestone reached, there is a story of parental guidance and sacrifice. Your involvement in your child's education is a beacon that lights the path to their success. Your presence at events, your encouragement during rehearsals, and your commitment to their overall development do not go unnoticed. Today is not only a celebration of our students' accomplishments, but also a tribute to the dedicated parents who stand as silent architects of their success. Parents, your support is like the wind beneath our wings. Your trust in us to nurture and educate your children is a responsibility we hold close to our hearts. Thank you for being our partners in this incredible journey. My dear students, keep dreaming, keep exploring, and never forget the values that make you who you are. Last but not least, a big thanks to each one of you who made this annual day celebration memorable for all of us. Thank you. The evening is a part of every day. But this evening is very special for Bhavan Satapalam as it celebrates their 19th annual day.
The twilight occurs when the sun sets. The beauty of it is undeniable with its ethereal glow. Orange, pink, and blue tones painting the sky. കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിനായി പരിശീലിപ്പിച്ച് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് പോകുവാനും നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുവാനും ഭവാൻസ് എല്ലാ കാലത്തും ഒരടി മുന്നിൽ തന്നെയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ജയ് ഒറ്റപ്പാലം ഭവാൻസ്. We are indeed blessed to have Sri Kalpata Narayan sir with us. I humbly invite you for the inaugural speech, sir. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ EP പ്രഭുരാജൻ, ശ്രീമതി വൈജയന്തിമാല വി, സ്വാഗത ഭാഷണം ചെയ്ത അഡ്വക്കേറ്റ് NK ജയദേവൻ, വേദിയിലെ ആദരണീയരെ, സുഹൃത്തുക്കൾ, നല്ല ഉയരത്തിലാണ് ഈ വിദ്യാലയം. ആദ്യകാലത്ത് അത് അസൗകര്യങ്ങളുടെ ഒരു പ്രതിരൂപമായി നമുക്ക് അനുഭവപ്പെട്ടിരിക്കാം. ഇന്ന് ഉയരത്തിൻ്റെ പ്രതിരൂപമായി അത് മാറിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഉയരത്തിന് കാരണക്കാരനായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയുടെ, ഇതിൻ്റെ സാരഥിയുടെ മനോഹരമായ ഒരു പ്രഭാഷണം നമ്മൾ കേട്ടു. ഇനി 19ാമത്തെ വർഷത്തെ ആഘോഷമാണ്. ആഘോഷങ്ങളാണ് ലോകത്തിലെ ആദ്യത്തെ സമത്വം മനുഷ്യർ അനുഭവിച്ച സന്ദർഭം. സോഷ്യലിസത്തെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ പിന്നെ ഉണ്ടാവുന്നു. ഉത്സവങ്ങളാണ്, ആഘോഷങ്ങളാണ്, ഒരു വിഭാഗീയതയുമില്ലാതെ മനുഷ്യർ തുല്യരാണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ ആദ്യ സന്ദർഭം എന്ന് പറയാം. We are more than we when we are together. When we are together, we are more than we. ജലാലുദ്ദീൻ റൂമി. അപ്പോൾ നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മളേക്കാൾ വലുതായിരുന്നു. അതുകൊണ്ടാണ് 2 വർഷം കൂടിയിരിപ്പ് പാടെ നിഷേധിച്ചപ്പോൾ നമ്മൾ പതുക്കെ മനുഷ്യരല്ലാതായി തുടങ്ങിയത് കോവിഡിൻ്റെ കാലത്ത്. ഒരുപക്ഷെ ഭാരതത്തിലെ, കേരളത്തിലെ പോലും ആദ്യകാല മന്ത്രിസഭയിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസവും മനുഷ്യത്വവും ചരിത്രബോധവും ഭരണഘടനയുണ്ടാക്കുകയാണ്. അങ്ങനെ നിയമമന്ത്രിയാണ് VR കൃഷ്ണയ്യർ. കേരളത്തിലാണെങ്കിൽ ഓർക്കണം, മഹാപണ്ഡിതനായ EMS ആണ് മുഖ്യമന്ത്രി. ഓർക്കണം, ഇങ്ങനെ
ഓരോരുത്തരും എന്തുമേൽ വലിയ മനുഷ്യരായിരുന്നു എന്നും അവരുടെ പിൻ 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 തലമുറക്കാർ അവർ ധരിക്കുന്ന ഷൂവിൽ കഴിയാൻ പോലും വലുപ്പമില്ലാത്തവരായി പരിണമിച്ചു എന്നതും നമ്മൾ കാണണം. വിദ്യാഭ്യാസം എവിടെയോ വഴിയിൽ വെച്ച് പാഴിലായിരിക്കുന്നു എന്നർത്ഥം. ആ മനുഷ്യരെ ഏത് സൃഷ്ടിച്ചുവോ ആ അന്തരീക്ഷം ഭാരതത്തിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതിനെപ്പറ്റിയുള്ള ഉത്കണ്ഠ കൂടിയേ പറ്റൂ നമുക്ക്. അതുകൊണ്ട് മൂല്യത്തിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം എന്നർത്ഥം. മാറ്റങ്ങൾ തിന്മകളൊന്നുമല്ല. കോവിഡ് കാലം ആളുകളൊക്കെ കോവിഡിനെ കുറ്റം പറയും. പക്ഷെ മറ്റൊരു വശത്ത് നിന്ന് നോക്കിയാൽ അത് നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ടെക്നോളജിയെ സംബന്ധിച്ചെങ്കിലും എന്ന് നാം കാണണം. കാരണം എന്താ? കോവിഡ് വരുന്നതിന് മുമ്പ് മനുഷ്യന് റിയൽ വേൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എല്ലാവരും പാതി സമയമെങ്കിലും വെർച്വൽ വേൾഡിൽ കഴിയാൻ തുടങ്ങി. ഈ ഭൂമിയിലെ വലുപ്പക്കുറവ് നമ്മൾ അനുഭവിക്കാതായി തുടങ്ങി. കോവിഡ് കാലത്ത് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരു വീട്ടിൽ അടച്ചിടപ്പെട്ടപ്പോൾ അവർ സ്ഥലമുണ്ടാക്കിയത് ഇൻ്റർനെറ്റിലാണ്, അവർ സ്ഥലമുണ്ടാക്കിയത് മൊബൈൽ ഫോണിലാണ്, അവർ സ്ഥലമുണ്ടാക്കിയത് പുതിയ ടെക്നോളജിയിൽ അഭയം കണ്ടുകൊണ്ടാണ്. ആ സ്ഥലം പരസ്പരം വഴക്കിടാതിരിക്കാൻ, അസ്വസ്ഥരാകാതിരിക്കാൻ അവരെ തുണച്ചു. ആ തുണ പ്രധാനമാണ്. അങ്ങനെ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നു. അങ്ങനെ ലോകത്തിലെ പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇന്നിതാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരേ സമയം വിദ്യാഭ്യാസത്തിന് വെല്ലുവിളിയും അതേ സമയത്ത് അനുഗ്രഹവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കും. അങ്ങനെ ഒരേ സമയവും അനുഗ്രഹവും ഒരേ സമയം വലിയ ശാപവും ആയിരിക്കുന്ന മാറ്റങ്ങളിൽ ഈ രണ്ടിനെയും തിരിച്ചറിഞ്ഞു വേണം നമ്മൾ മുന്നേറാൻ. അങ്ങനെ നമ്മൾ മാറണം. കിട്ടിയതൊന്നും കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടാ. നമുക്ക് തന്നിട്ടുള്ള ആ അഗ്നി എല്ലാറ്റിനെയും കത്തി എരിയിക്കാൻ പോന്നതാണ്. ഭൂതകാലത്തെ കത്തിച്ച് പുതിയ ഒരു ഭാവിയെ സൃഷ്ടിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഭാവിയെ സൃഷ്ടിക്കുന്ന ഒരിടമായി ഈ സ്ഥാപനം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ച അഡ്വക്കേറ്റ് അരവിന്ദന് എല്ലാവർക്കും ഞാൻ സവിശേഷമായി നന്ദി പറയുന്നു. എൻ്റെ ആശംസ.
പ്രിയപ്പെട്ടവരെ, ചെറിയ കുട്ടികളാണെന്ന് നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞു കഴിഞ്ഞു, ഉറക്കം വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കുട്ടികളുടെ നൃത്ത ചുവടുകൾ കാണാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി എത്തിയവരാണ്. ആദരണീയനായ നമ്മുടെ ഇന്നത്തെ 19ാം ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ സാർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച നമ്മുടെ സെക്രട്ടറി ജയദേവൻ വക്കീല്, അതുപോലെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച പ്രഭുരാജ് സാറ്, വേദിയിലിരിക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രമുഖരെ, എല്ലാവരെയും പേരെടുത്ത് വിളിക്കുന്നില്ല, സമയം നീണ്ടുപോവുകയുള്ളൂ. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും വിദ്യാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും തുടക്കത്തെ കുറിക്കുകയൊക്കെ ഇവിടെ വിസ്തരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, തോട്ടക്കര കുടുംബ കോടതിയുടെ അവിടെ നിന്നും ചെറിയൊരു വിദ്യാലയമായി വന്ന് നമ്മുടെ പ്രദേശത്തെ, അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ തന്നെ ഇത്രയും വലിയൊരു വിദ്യാലയം ആരുടെ മുന്നിലും തലകുനിക്കാതെ എടുത്തു പറയത്തക്ക ഒരു വിദ്യാലയമായി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് വലിയ എൻ്റെ സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ്. വരും കാലങ്ങളിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ ഇപ്പം നമ്മുടെ ഈ വന്ന രക്ഷിതാക്കളുടെ എല്ലാ കുട്ടികളും ഇവിടെ പഠിക്കുന്നവരായിരിക്കും. നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ കലാപരമായും കായികമായും കുറേ അവാർഡുകളും ഓരോ സ്കൂളിൽ നിന്നും കിട്ടിയ സമ്മാനങ്ങളുടെ കാര്യമൊക്കെ നമ്മുടെ പ്രിൻസിപ്പൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ രക്ഷിതാക്കളുടെ കുട്ടികൾ ഈ വിദ്യാലയത്തിലുണ്ട് എങ്കിലും നമ്മുടെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളോടും രക്ഷിതാക്കളോടും പറഞ്ഞ് ഈ വിദ്യാലയത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് ഈ വിദ്യാലയം നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിൽ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ 19ാം ആനുവൽ ഡേ സെലിബ്രേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ ഈ വിദ്യാലയത്തിലെ എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Good evening, everyone. Respected Chief Guest, Management Committee members, Principal, other dignitaries on and off stage. I would like to keep my speech really short, but I will not be fulfilling the duty if I don't call upon certain things that I have been witnessing over the last 4 years here at Bhavans. It has been a real pleasure as well as a privilege to serve as a PTA president for the last 2 years and to be part of the executive PTA for the last 4 years. One of the unique aspects of Bhavans teaching staff as well as management is that they listen to diverse views and opinions and are ready to do course corrections and even undertake large-scale development activities. The road development that we can witness, the amphitheater that is being envisioned, school playground, etc. are worth mentioning in this context. I really appreciate everyone's wholehearted support and contribution to the development of Bhavans Ottapalam. We are truly creating the future and furthering education of many generations here. Bhavans fosters an inclusive mindset and focuses on holistic development of students. The focus on confidence building and the way the teachers guide and motivate students here are unparalleled. Confidence is contagious, and these students, when they step into the larger world, they are going to face the future as well as various challenges with a lot of confidence. My parting message to students is to be unique, to be different, to be creative, and be confident of who you are and what you are, because all other bodies or all other things are taken. Message to dedicated teachers, please continue to show the way to students and light up their paths. I wish everyone a lovely and memorable evening. Thank you. The books are being received by our principal, ma'am. Thank you, sir.
delightful evening to everyone present here. On behalf of all, I, Pranay P. Menon, deem it a great honor and privilege to stand before you to propose words of gratitude for being with us this evening and making us feel proud, and above all, lay out your love for us. On recollecting so many great favors and blessings, I now, with a great sense of gratitude, offer my sincere thanks to the Almighty, the Creator and the Preserver. I wish to thank our chief guest, Sri Kalpata Narayanan, an eminent poet, novelist, short story writer, essayist, columnist, for kindly accepting our invitation and presiding over this annual day function at Bhavans Vidyalaya Ottapalam. Thank you, sir, for being with us today and for your valuable message. I would like to express my gratitude to Srimati Lada ma'am, Ward Councillor. I thank all our management members, Advocate N.K. Jayadevan, Sir, Honorable Secretary, B.V. Bhavans Vidyalaya Ottapalam, Sri E. Pravirajan, Executive Vice Chairman, Bhavans Vidyalaya Ottapalam, Sri Pramod Menon, PTA President, Sri Ambalakat Ramohan, Sri P. Shivadas, Sri V. Gobinathan CA, Colonel C. Gangadharan, Sri K.P. Ramkumar, Sri C.P. Baiju, Advocate Aravindakshan and others. I extend my sincere thanks to our chairman, K.S. Menon, who is a strong pillar of support for our school, but unfortunately he is not present here today. Lastly, I thank our beloved Principal Ma'am, Vaijayanti Mala Ma'am, for inspiring us in exploring possibilities and helping us reach new horizons. You have been a catalyst in refining our talents and to mold a willed future of learners. With grateful hearts, we recall the valuable service rendered by our teachers for making us what we are today. The contributions and efforts made by them are immense, and it is sure to have an everlasting impact on us. Bhavan School has played an important role in transforming the student community through its services to the society. It has been soaring high and touching lives. The credit goes to you, dear parents. Thank you for being the key players in our success. We are also indebted to the members of our non-teaching staff, light and sound team, electronic and print media for being with us and offering their valuable assistance. Last but not the least, I would like to thank all our amazing performers who are going to give us a lively evening ahead. You are the central focus of not only today's program, but for every moment of your stay at this temple of learning. Let me conclude by quoting John Keats to celebrate this lovely evening. A thing of beauty is a joy forever. Its loveliness increases, it will never pass into nothingness. Thank you all once again for your appreciation and kindness.